ഷിബി ഗോപാലകൃഷ്ണൻ, താങ്കൾ നേരത്തെ ബി.ജെ.പിയെ തോൽപ്പിക്കാൻ എൽ.ഡി.എഫും യു.ഡി.എഫും ഒരുമിച്ച് നിൽക്കുന്നു, ക്രോസ് വോട്ട് ചെയ്യുന്നു, രണ്ട് കൂട്ടരുടെയും നേതാക്കൾ ഞങ്ങളുടെ പാർട്ടിയിലേക്ക് വരുന്നു എന്നൊക്കെ പറഞ്ഞു. എന്തിന്? കേരളത്തിൽ നോക്കൂ, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന്റെ കണക്ക് 2021 കണക്കനുസരിച്ച് 94,36,990 വോട്ട് എൽ.ഡി.എഫിനും 81,94,991 വോട്ട് യു.ഡി.എഫിനും ഉള്ളപ്പോൾ ബി.ജെ.പിക്ക് 25,90,966 വോട്ട് മാത്രമേ ഉള്ളൂ. 45% എൽ.ഡി.എഫിനും 39% യു.ഡി.എഫിനും 12.5% നിങ്ങൾക്ക് എന്ന് പറഞ്ഞാൽ കേരള രാഷ്ട്രീയത്തിൽ ഏതാണ്ട് 88% വോട്ടും എൽ.ഡി.എഫ് യു.ഡി.എഫ് മുന്നണികൾക്കാണ് എന്നിരിക്കെ അവരെന്തിനാണ് നിങ്ങളെ തോൽപ്പിക്കാൻ വേണ്ടി പരസ്പരം ഒരുമിച്ച് നിൽക്കുന്ന കാര്യം? കാരണം ബഹുഭൂരിപക്ഷം അവരാണ്. അപ്പോൾ ഈ കേരളത്തിൽ അവരാണ് ശക്തി കേന്ദ്രങ്ങൾ എന്നിരിക്കെ എൽ.ഡി.എഫുകാരും യു.ഡി.എഫുകാരും കൂടി ബി.ജെ.പിയിലേക്ക് വരേണ്ട വല്ല കാര്യമുണ്ടോ? ഞാൻ താങ്കൾ ചോദിച്ചതിന് ഉത്തരം പറയാം. അതിനു മുമ്പ് എനിക്ക് അനിൽകുമാറിന് ഒരു മറുപടി പറയേണ്ടതുണ്ട്. അനിൽകുമാർ, സത്യം പറയാനും ധർമ്മം ആചരിക്കാനും പറഞ്ഞ് പഠിപ്പിച്ച് വളർത്തിയ പാരമ്പര്യമാണ് എൻ്റെ കുടുംബത്തിൻ്റേത്. സത്യം മാത്രമേ ആചരിക്കാവൂ, ധർമ്മം മാത്രമേ പ്രവർത്തിക്കാവൂ എന്ന് പറഞ്ഞ പാരമ്പര്യമാണ് RSS എന്ന സംഘടനയിലൂടെ ഞങ്ങൾ പഠിച്ചത്. പക്ഷേ സത്യം എന്നത് പറയരുതെന്നും വാ തുറക്കുന്നത് ഭക്ഷണം കഴിക്കാനും കളവ് പറയാനും മാത്രമായിട്ടുള്ള ഒരു പഠനവും പാരമ്പര്യവുമാണ് നിങ്ങളുടേതെന്ന് നിങ്ങളത് പലവട്ടം തെളിയിച്ചിട്ടുണ്ട്. കാപട്യമാണ് നിങ്ങളുടെ മുഖമുദ്ര എന്ന് നിങ്ങൾ പലവട്ടം പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഏറ്റവും വലിയൊരു ഉദാഹരണം, ഞാനിതൊന്നും പറയരുതെന്ന് വിചാരിച്ചതാണ്, പക്ഷെ പറയാൻ ആഗ്രഹിക്കുകയാണ്, ജനം അറിയട്ടെ. ഗണപതിയെക്കുറിച്ച് താങ്കളും ഞാനും നമ്മൾ ചർച്ച നടത്തി. ഗണപതി മിത്താണെന്നും ഗണപതി എന്ന് പറഞ്ഞാൽ ഒന്നുമല്ലെന്നും ഗണപതി എന്ന് പറയുന്നത് കേവല പക്ഷെ നിങ്ങളുടെ ഭാര്യ മിണ്ടാതിരിക്കും. പക്ഷെ ഞാൻ സംസാരിക്കട്ടെ, നീ മിണ്ടാതിരിക്കെ, ഞാൻ സംസാരിക്കട്ടെ. നിങ്ങൾ പറഞ്ഞപ്പോൾ ഞാൻ മിണ്ടിയില്ലല്ലോ. ഇയാൾ സമ്മതിക്കില്ല, എന്നെ കൊണ്ടത് പറയാൻ സമ്മതിപ്പിക്കില്ല. അഭിലാഷ നിർത്താൻ പറ, നിർത്താൻ പറ. ഇങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ മിണ്ടിയിട്ടില്ല. ഞാൻ പറയട്ടെ, ഞാൻ പറയട്ടെ, ഞാൻ പറയട്ടെ, ഞാൻ പറയട്ടെ, ഞാൻ പറയട്ടെ, ഞാൻ പറയട്ടെ. അയാൾ പറയാ, ഞാൻ അങ്ങേക്കാ, ഞാൻ പറയട്ടെ, ഞാൻ പറയട്ടെ. ഇയാളുടെ ഭാര്യ കോട്ടയത്തെ അമ്പലത്തിൽ ഇയാൾക്ക് വേണ്ടി എന്നും ഗണപതി ഹോമം നടത്തുക. ആ ഗണപതി ഹോമത്തിന് ഷീറ്റ് എഴുതി കൊടുക്കുന്നത് ഒരു RSSകാരന്. ഇയാളുടെ പേരിൽ എഴുതി കൊടുത്ത ഷീറ്റ് എന്റെ കയ്യിലുണ്ട്. ഞാൻ വേണം നിങ്ങൾക്ക് കാണിച്ചു തരാം. നിങ്ങളുടെ ഭാര്യയുടെ അച്ഛനാണ് ആ ക്ഷേത്രത്തിന്റെ ചെയർമാൻ. ഭാര്യയെ കൊണ്ട് ഗണപതി ഹോമം നടത്തിക്കുക, എന്നിട്ട് ചാനലിൽ വന്നിട്ട് ഗണപതി മിത്തല്ല ഒന്നുമല്ല എന്ന് പറയുന്ന കാപട്യമല്ലേ നിങ്ങളുടെ പാരമ്പര്യം? അതിനപ്പുറത്തൊരു പാരമ്പര്യം നിങ്ങൾക്കില്ല സാർ. ആ പാരമ്പര്യം വെച്ചിട്ടാ നിങ്ങൾ ബാക്കി ആളുകളെ അണക്കുന്നത്. ആ പാരമ്പര്യത്തിന്റെ കാപട്യത്തിന്റെ അഭിമാനം ബി ഗോപാലകൃഷ്ണനില്ല. ഞങ്ങളൊരു ചെറിയ പാർട്ടിയാ, ശരിയാണെന്ന് കയ്യിൽ നിന്ന് പൈസ എടുത്ത് പ്രവർത്തിക്കുന്ന ചെറിയ പാർട്ടിയാ. അതുകൊണ്ട് സത്യം പറയുന്നത് കൊണ്ട്, ധർമ്മം ആചരിക്കുന്നത് കൊണ്ട് എൻ്റെ പാർട്ടി എന്നെ ഒഫീഷ്യൽ സ്പോക്സ് പേഴ്സൺ ആക്കി സത്യം പറയാൻ, എൻ്റെ പാർട്ടി എന്നെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ആക്കി സത്യം പ്രവർത്തിക്കാൻ, ധർമ്മം ആചരിക്കാൻ എൻ്റെ പാർട്ടി അധികാരത്തിൽ വന്നാൽ ഞാൻ എവിടെ ഉണ്ടാകുമെന്ന് അനിൽകുമാറെ തനിക്ക് ചിന്തിക്കാൻ പറ്റില്ല. തൻ്റെ പാർട്ടി അധികാരത്തിലുണ്ട്, താൻ എവിടെയാ? നിങ്ങൾ എവിടെയാ? നിങ്ങൾ എവിടെയുമില്ല. അതുകൊണ്ട് ഈ രീതിയിൽ സംസാരിക്കുന്നത് ഭൂഷണമല്ല. പിന്നെ മിസ്റ്റർ അഭിലാഷ്, താങ്കൾ പറയുന്നതിനോട് മാത്രമേ എനിക്കിനി മറുപടി പറയേണ്ടതുള്ളൂ. അനിലിന് ഇത് കേൾക്കുമ്പോൾ പൊള്ളും. അനിലെ, ഞാൻ വെല്ലുവിളിക്കുക, നിങ്ങളുടെ ഭാര്യ നിങ്ങളുടെ പേരിൽ എഴുതിയ ഗണപതി ഹോമത്തിന്റെ ചിട്ട് എഴുതാനിരിക്കുന്ന RSSകാരൻ എനിക്ക് തന്നിട്ടുണ്ട്. വെല്ലുവിളിക്കുക. നിങ്ങളുടെ അമ്മാനച്ചൻ ആ ക്ഷേത്രത്തിന്റെ ചുമതലയിലിരിക്കുന്ന ആളാണ്. അതുകൊണ്ട് കാപട്യം പറയരുത്. പിന്നെ അഭിലാഷ് ചോദിച്ചതിന്റെ ചോദ്യത്തിന് ഉത്തരം ഞാൻ പറയാം. അഭിലാഷേ, ഈ ഇടതുപക്ഷവും വലതുപക്ഷവും ഒന്നിച്ച് ചേർന്ന് ബംഗാളിൽ മത്സരിക്കുന്നില്ലേ? ഇടതുപക്ഷവും വലതുപക്ഷവും ഒന്നിച്ച് ചേർന്ന് മത്സരിക്കുന്നില്ലേ? അപ്പോ ഇവര് അതെ. അപ്പൊ കേരളത്തിലെ സ്ഥിതി എന്താ? കേരളത്തിൽ ഇവര് പരസ്പരം പൂരകമായി നരേന്ദ്രമോദിയെ താഴെ ഇറക്കണം, നരേന്ദ്രമോദിയെ താഴെ ഇറക്കണം. അതാണ് ഇവരുടെ ലക്ഷ്യം. അതുകൊണ്ടാണല്ലോ പിണറായി വിജയൻ പറഞ്ഞത്, ആരാണ് പ്രധാനമന്ത്രി ആവാൻ കഴിയുക അവർക്ക് വോട്ട് ചെയ്യണം പറഞ്ഞത്. അപ്പൊ ഇവര് രണ്ടുപേരും ഇവർ രണ്ടുപേരും കൂടി അതുകൊണ്ട് നരേന്ദ്രമോദിയെ താഴെ ഇറക്കാൻ വേണ്ടി പിന്നെ മത്സരിക്കുന്നതാണല്ലോ. ഇനിയിപ്പോ താങ്കൾ, ഇനി എനിക്ക് അനിൽകുമാറിന് സമയം കൊടുക്കണം. ഒരു സെക്കൻഡ്. ശരി ശരി ശരി, ഓക്കെ, മനസ്സിലായി. അനിൽകുമാറിന് സമയം കൊടുക്കണം. പക്ഷേ അനിൽകുമാർ പറഞ്ഞോളൂ. അതായത് എനിക്ക് തീരെ മനസ്സിലാകാത്ത സാമാന്യ ബുദ്ധി വീട്ടിൽ വെച്ച് ചർച്ചയ്ക്ക് വരരുത്. എൻ്റെ ഭാര്യ ഒരു സ്ഥലത്ത് പോയി ഒരു വഴിപാടിന് ചീട്ടെഴുതി. ആ ചീട്ടെങ്ങനെ RSSകാരുടെ വരുന്നത്? അതിന്റെ രസീത് ദേവസ്വം ബോർഡിലേ ഉള്ളൂ.
ഞാൻ ഇത് പോക്കറ്റിൽ പറയട്ടെ, നിന്ന് പറയട്ടെ, വേണോ? പറയട്ടെ. അല്ല, ഇത് അദ്ദേഹം പറയട്ടെ, അദ്ദേഹം പറയട്ടെ, അദ്ദേഹം പറയട്ടെ. വേണോ? രസീത് അദ്ദേഹം പറയട്ടെ. അത് പറയട്ടെ. പറഞ്ഞാൽ മതി. ഞാൻ പറയട്ടെ സാർ, നിങ്ങൾ പോക്കറ്റിലുണ്ട്. തരാം. അല്ല, ഓക്കെ. താങ്കൾ പറഞ്ഞ പദം കേട്ടല്ലോ. ഞാൻ ഇനി പറയൂ. പറയട്ടെ, ആ, ഞാൻ പറഞ്ഞോ, പറയട്ടെ. പറഞ്ഞോ. എനിക്ക് ഞാൻ കള്ളം പറയില്ല. ബുദ്ധി. കള്ളവും കാപട്യവും നിങ്ങളാ. സാമാന്യ ബുദ്ധി തന്നെയാണ്. ഞാൻ ശരി, കള്ളം ശരി. പറയില്ല. അല്ല, ഗോപാലകൃഷ്ണൻ ഞാൻ അദ്ദേഹം പറയാം. പറയട്ടെ. നിങ്ങൾ കള്ളം എന്റെ ആ. അഭിലാഷ പറയാം. അതായത് ഒരാൾ പോയി ഒരു അമ്പലത്തിൽ പോയി ചീട്ടെഴുതി ആൾക്ക് രസീത് കൊടുക്കും. എന്റെ ഭാര്യ എഴുതിയെങ്കിൽ എങ്ങനെയാണ് RS-കാരന്റെ ചീട്ട് വരുന്നത്? ഇനി അതിന്റെ കൗണ്ടർ ഫയലാണ്. കൗണ്ടർ ഫയൽ ദേവസ്വം ബോർഡ് അവിടെ എഴുതാനിരിക്കുന്നത് ഞാൻ മറുപടി പറയാം. എഴുതാനിരിക്കുന്ന എനിക്കെതിരായിട്ട് വ്യാജങ്ങൾ പറയട്ടെ ആയിക്കോട്ടെ. ചേട്ടാ ആ കുറ്റിയിലല്ലോ. അല്ല പറയട്ടെ, മറുപടി പറയാം. മറുപടി പറയാം ഞാൻ. ആ കുറ്റിയിലെ കാർബൺ കോപ്പി എന്റെ കയ്യില്. പറയട്ടെ സാർ. കാർബൺ കോപ്പി ശരി, എന്റെ കയ്യില്. ഞാൻ പറഞ്ഞില്ലല്ലോ. RS-കാരനാ. ശരി, ശരി. BJP-കാരനാ. ഏതാ ക്ഷേത്രം നിങ്ങൾ വിളിച്ചു പറയാം. ശരി. ആ ക്ഷേത്രത്തിന്റെ പേര് പറയാം. വേണോ? വേണ്ട, ഇപ്പോ ഭാര്യാപിതാവ് നടത്തുന്ന ക്ഷേത്രമാണെങ്കിൽ വെറുതെ RS-കാരുടെ ജോലി കളയിക്കണ്ട. ഇത് സമയമില്ല. നിങ്ങൾ ഗണപതിക്കെതിരെ പറയാ. കാർബൺ കോപ്പി തരാം ഞാൻ. കാർബൺ കോപ്പി തരാം. വേണോ? ശരി. അല്ല, അദ്ദേഹം പറയട്ടെ. വർത്തമാനം പറയുന്നത് കാപട്യമാണ്. ശരി, അനിൽകുമാർ പറയട്ടെ. കാപട്യത്തിന്റെ പേരാണ് അനിൽകുമാർ. സമയം ഇത് അതിക്രമിച്ചു. കാപട്യത്തിന്റെ പേരാണ് അനിൽകുമാർ. വർത്താനൊന്നും ഇനി അദ്ദേഹം പറയട്ടെ സാർ, പറയട്ടെ. പറഞ്ഞു അത്രേ ഉള്ളൂ. ശരി, ഓക്കെ, കഴിഞ്ഞല്ലോ. ഇനി അദ്ദേഹം പറയട്ടെ. ഇനി അദ്ദേഹത്തിന്റെ ഒരു വ്യക്തിപരമായ ആരോപണം ഉന്നയിച്ചല്ലേ, അദ്ദേഹത്തിന്റെ ഒരു എക്സ്പ്ലനേഷൻ കൊടുത്ത ശേഷം നമുക്ക് അവസാനിപ്പിക്കാം. വേഗം സാർ പറയൂ. ആദ്യം അങ്ങോട്ട് പറയട്ടെ. അങ്ങോട്ട് പറയും. അമ്പലത്തിൽ കൊണ്ട് ചീട്ടെഴുതിയാൽ അമ്പലത്തിൽ കൊണ്ട് ചീട്ടെഴുതിയാൽ അതിന്റെ കടലാസ് ചീട്ടെഴുതുന്നവർക്കേ ഉള്ളൂ. അതിന്റെ കൗണ്ടർ ഫോയിൽ ദേവസ്വം ബോർഡിലേ ഉള്ളൂ. ഇതുകൂടാതെ കൗണ്ടർ ഫോയില് ബഹുമാനപ്പെട്ട നിങ്ങൾ ആരോപണം ഉന്നയിച്ചല്ലോ. ഇനി അതിന് സമാധാനം പറയട്ടെ. അതിന് ശേഷം നമുക്ക് അവസാനിപ്പിക്കണ്ടേ? നിങ്ങൾ നിർമ്മിക്കുന്ന ഒരു വ്യാജത്തിനും എന്നെയോ എന്റെ പ്രസ്ഥാനത്തെയോ തകർക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് നിങ്ങൾ ഈ ചർച്ചയ്ക്ക് എടുത്ത് കള്ളം എഴുന്നള്ളിക്കുമ്പോൾ പ്രധാനമായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നത് ഞാൻ കൗണ്ടർ ചെയ്ത് ഞാൻ പറയട്ടെ. പറയുന്നു കൗണ്ടർ ചെയ്യുന്നത് സെന്ററിൽ പോയി പറഞ്ഞാൽ മതി. ബി ഗോപാലകൃഷ്ണൻ നിങ്ങൾ വേറെ ആളെ നോക്കിയോ? നിങ്ങൾ കണ്ടിട്ടില്ല. താങ്കൾ ഉന്നയിച്ച വേദിയിൽ തൂങ്ങിക്കിടക്കുന്ന താങ്കൾ ഉന്നയിച്ച ആരോപണത്തിന് അദ്ദേഹം മറുപടി പറയട്ടെ. അല്ലെങ്കിൽ നമുക്കിത് അവസാനിപ്പിക്കാന്ന് അദ്ദേഹം മറുപടി പറയട്ടെ. ഓക്കെ, താങ്കൾ ആരോപണം ഉന്നയിച്ച് താങ്കൾ പറഞ്ഞത് അല്ല, മറുപടി പറയട്ടെ. ശരി, സമ്മതിച്ചു. താങ്കൾ പ്രധാനമന്ത്രിയുടെ വേദിയിൽ അകത്ത് കയറാൻ അവസരം കിട്ടാതെ തൂങ്ങിക്കിടന്ന ഗോപാലകൃഷ്ണന് BJP-യിൽ എന്നാ സ്ഥാനമാണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ആ ഗോപാലകൃഷ്ണൻ ഏതോ മഹത്തായ സ്വർഗത്തിലാണ് എന്ന് എന്നോട് പറഞ്ഞാൽ ആ സ്ഥാനം വേണ്ട. അത്തരം ഒരു സ്ഥാനങ്ങൾ ഒരു കമ്മ്യൂണിസ്റ്റുകാരനെ ഭ്രമിപ്പിക്കുന്നില്ല. നിങ്ങളുടെ നേതാവ് അമിത്ഷായോട് ജർണാദാസ് എന്ന് പറയുന്ന ത്രിപുരയിലെ CPM രക്തസാക്ഷിയുടെ ഭാര്യ MP പറഞ്ഞിട്ടുണ്ട്, മുഖത്തടിച്ചൊരാട്ട്. അമിത്ഷായുടെ മുഖത്താട്ടാൻ തന്റെ ഇടമുള്ള കമ്മ്യൂണിസ്റ്റുകാരിയുള്ള ഈ ഇന്ത്യ രാജ്യത്താണ് അഭിമാന പുരസ്സരം കമ്മ്യൂണിസ്റ്റുകാർ പറയുന്നത്. ഓരോ BJP-കാരന്റെയും ഇത്തരം വരുന്നവരുടെ മുഖത്താട്ടുന്ന കമ്മ്യൂണിസ്റ്റുകാരെയാണ്. ശരി. എനിക്ക് സമയം ഓൾറെഡി ക്ഷമിക്കണം. വ്യക്തിപരമായ ആരോപണം ഉന്നയിച്ചുകൊണ്ടാണ് ഞാൻ 2 മിനിറ്റ് അധികം തന്നത്.